നാലുവരിപ്പാതയുടെ വികസനം കോഴിക്കോട്ടുകാർക്ക് വിനയായ ഒരു വിശേഷമാണിനി. നഗരത്തിൽ 6 ദിവസമായി വെള്ളമില്ല. പൈപ്പ് ഇന്റർ കണക്ഷൻ കൂട്ടിയോജിപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ബീച്ച് ആശുപത്രിയുടെ പ്രവർത്തനവും ഇതോടെ പ്രതിസന്ധിയിലായി. അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരഹൃദയത്തിലാണ് ഈ ദുർഗതിയെന്ന് ഓർക്കണം. കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ 6 ദിവസമായി വെള്ളമില്ല. ഇതാണ് കാരണം. വെള്ളിമാട് കുന്ന് മുതൽ നടക്കാവ് വരെ ഏതാണ്ട് 3 കിലോമീറ്റർ പരിധിയിൽ ആയിരക്കണക്കിന് വീട്ടുകാരാണ് ഇതോടെ പ്രതിസന്ധിയിലാകുന്നത്. നഗരഹൃദയത്തിലാണ് ഈ സംഭവം എന്ന് ഓർക്കണം. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് നാലുവരിപ്പാത വികസനത്തിന്റെ ഭാഗമായി നിലവിലുള്ള ജലവിതരണ പൈപ്പ് ഇന്റർ കണക്ഷൻ കൂട്ടിയോജിപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സിവിൽ സ്റ്റേഷൻ മുതൽ നടക്കാവ് വരെ 3 കിലോമീറ്റർ പരിധിയിൽ 1000-ഓളം വീടുകളിൽ 6 ദിവസമായി കുടിവെള്ളമില്ല. ഒരു ടാങ്ക് മതി, അടിച്ചു തന്ന അത്ര ബുദ്ധിമുട്ട് വരില്ല. ഇത് ആ പകൽ വീടിന്റെ അവിടെ വെള്ളം അടിച്ചു കൊടുത്ത് അവിടുന്ന് ഇവിടെ ഒന്ന് എടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും കഴിയില്ല. ഒക്കെ പിടിച്ചു ഞങ്ങൾക്ക് വന്നിക്കുന്നല്ലോ. വെള്ളം കുറച്ച് ദിവസം ഉണ്ടാവില്ല എന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ പിടിച്ച് ഇന്നലത്തോടു കൂടി എല്ലാവരും വെള്ളം തീർന്ന്. വെള്ളമില്ലാത്ത വല്ലാത്ത പാടം ഞങ്ങൾക്ക് 156 വീടുണ്ട് ഇവിടെ. ആ 156 വീട്ടിൽ ഈ ബുദ്ധിമുട്ട് തന്നെ. നമ്മൾ സീഡിയ കോളിൻ്റെ ഒരു കിണറുണ്ട്, അതൊന്ന് വൃത്തിയാക്കി തന്നൊരു ടാങ്ക് വെച്ചടിച്ചാൽ നമുക്ക് നിത്യം കുടിവെള്ളം അല്ലാതെ ബാക്കിയെല്ലാം ചെയ്താൽ ബാക്കി കുടിക്കാൻ മാത്രം കൊണ്ടുവന്നാൽ മതി. ആര് ചെയ്യാൻ? അല്ലാതെ അവിടെ ഞങ്ങൾക്ക് തീരെ വെള്ളമില്ല. കുട്ടികളോടാണ് 3-4 കുട്ടികളും ആകെ സ്വീപ്പായി നിൽക്കുക. ഇപ്പൊ വരുന്നുണ്ട്, അതാ കുറേച്ചേ വരുന്നുള്ളൂ, അതും കലിഞ്ഞ വെള്ളം. വെള്ളം മുടങ്ങുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിരുന്നതിനാൽ നേരത്തെ പിടിച്ചുവെച്ച വെള്ളവും 6 ദിവസം പിന്നിട്ടതോടെ കഴിഞ്ഞു. പിടിച്ചുവെച്ചിരുന്നു, അത് തീർന്നു. 4 ദിവസമായി വെള്ളം വന്നിട്ട്. ഇന്നലെ പകൽ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നത്. വലിയ പ്രയാസം വെള്ളമില്ല. ജലക്ഷാമത്തെ തുടർന്ന് ബീച്ച് ആശുപത്രിയുടെ താളവും തെറ്റി. 70% ജോലികളും പൂർത്തിയായെന്നും ഉടൻ വിതരണം പുനഃസ്ഥാപിക്കുമെന്നുമാണ് ജല അതോറിറ്റി അറിയിക്കുന്നത്. ഈ 2 പൈപ്പുകൾ തമ്മിലാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. നല്ല സമയമെടുക്കും, ക്ഷമ വേണം. പക്ഷെ കോർപ്പറേഷൻ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ വീടുകളിലേക്ക് താൽക്കാലികമായി വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. ആ നീക്കം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നതും. അനൂപ് എസ്താറക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.